റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിൽ ഒരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രധാന ഏജന്റുമാരിൽ ഒരാളായ CB ഔസേപ്പിന്റേത്. ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്ന പ്രതികളുടെ എണ്ണം 3ആയി. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, എന്തായാലും വളരെ വേഗം നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. വിവരം നൽകാം. സ്വാതി, മലയാളികളായ 2 ചെറുപ്പക്കാരുടെ മരണത്തിനിടയാക്കുകയും 3 പേരെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിരന്തരമായി യുദ്ധമുഖത്ത് ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ഒരാളെ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കാനിടയായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്ത മനുഷ്യക്കടത്തിലെ പ്രധാനപ്പെട്ട 3 ഏജന്റുമാരെയും ആണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ വടക്കാഞ്ചേരി പോലീസാണ് ഈ പ്രതികളിൽ പ്രധാനികളായിട്ടുള്ള എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെയും ഇന്നലെയുമായി തൃശ്ശൂരിൽ നിന്നും ഈ സംഘത്തിന്റെ പ്രധാനിയായിട്ടുള്ള സുമേഷ് ആന്റണിയെയും അതോടൊപ്പം തന്നെ റഷ്യയിലെ പ്രധാന ഏജന്റ് ആയിട്ടുള്ള സന്ദീപ് തോമസിനെയും പെരുമ്പാവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന CB ഔസേപ്പ് എന്ന 3ആം പ്രതിയെ, അതായത് പ്രധാന കണ്ണികളിൽ ഒരാളായിട്ടുള്ള 3ആം പ്രതിയെ ഇന്ന് പോലീസ് ഒളിവിൽ കഴിഞ്ഞതിനിടെ കണ്ടെത്തി സ്റ്റേഷനിൽ ഹാജരാവാൻ നിർദ്ദേശിക്കുന്നത്. അതിനുശേഷം പ്രതിയുടെ ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. CB ഔസേപ്പ് മരിച്ച ബിനിൽ ബാബുവിന്റെയും ഗുരുതരമായി പരിക്കേറ്റ് റഷ്യയിൽ മോസ്കോയിൽ ചികിത്സയിൽ തുടരുന്ന ജെയിൻ കുര്യന്റെയും ബന്ധു കൂടിയാണ്. ഇയാൾ കൂടി സ്വാധീനിച്ചാണ്, റഷ്യയിൽ പ്രശ്നങ്ങളില്ല, തെറ്റിദ്ധരിപ്പിച്ചാണ് എന്ന് പറഞ്ഞാണ് ഈ ആളുകളെ എല്ലാവരെയും തന്നെ റഷ്യയിലേക്ക് എത്തിച്ചതും കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കിയതുമൊക്കെ. പ്രതികളെ ദീർഘനേരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി CI ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ പലതവണ തങ്ങൾ ഇവിടെ മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല, എല്ലാ ആളുകളെയും തങ്ങൾക്ക് കീഴിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയാണ് റഷ്യയിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു. മാത്രമല്ല, ഇവർ സ്വമേധയാ സ്വന്തം താല്പര്യപ്രകാരമാണ് റഷ്യയിൽ കയറിപ്പോരാൻ താല്പര്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായത് എന്നുള്ള നിലയിലുള്ള വാദങ്ങളെല്ലാം ഉയർത്തി. ഇതുമായി ബന്ധപ്പെട്ട് ചില കൃത്രിമ രേഖകളും പ്രതികൾ ഉദ്യോഗസ്ഥരെ കാണിച്ചു. പക്ഷേ കൃത്യമായ തെളിവുകളും കൃത്യമായ ചോദ്യം ചെയ്യലിലും ഒടുവിൽ പ്രതികളുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ പുലർച്ചെയുമായി കസ്റ്റഡിയിലെടുത്ത സന്ദീപ് തോമസിന്റെയും സുമേഷ് ആന്റണിയുടെയും അറസ്റ്റ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതാണ്. ഔദ്യോഗികമായി 3ആമത്തെ പ്രതിയുടെ അറസ്റ്റ് കൂടി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ കോടതിയിൽ ഹാജരാക്കുവാനുള്ള തീരുമാനത്തിലാണ് വടക്കാഞ്ചേരി പോലീസ്. ഏതായാലും പ്രതികളിൽ 3 പ്രധാന ഏജന്റുമാരും സഹായികളും അടക്കം എല്ലാവരും തന്നെ ഈ പരാതിപ്പെട്ട ആളുകളുടെ പരാതി അനുസരിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും എമിഗ്രേഷൻ ആക്ട് പ്രകാരവുമാണ് പ്രതികൾക്കെതിരെ FIR ചുമത്തിയിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ്. അതായത് ചൂഷണം, വഞ്ചന, ഇന്ത്യൻ പൗരനെ വിദേശത്തേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളാണ് ഇവർക്ക് നേരിടേണ്ടി വരിക. ഏതായാലും കൂടുതൽ വകുപ്പുകൾ അടക്കം ചുമത്തുന്ന കാര്യം പരിശോധിക്കുമെന്നും ഈ സംഘത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുമെന്നും കൂടുതൽ കണ്ണികൾ ഈ വിഷയത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഈ ചങ്ങലയുടെ കണ്ണികളായിട്ടുള്ള മറ്റുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ജയിന്റെയും അതോടൊപ്പം തന്നെ ബിനിലിന്റെ ഭാര്യയും ജയിന്റെ പിതാവും നൽകിയ പരാതിയിലാണ് ഈ പ്രതികൾ പ്രധാനമായും അറസ്റ്റിലായിട്ടുള്ളത്. ഈ 2 കുടുംബങ്ങളുടെ പരാതിയിൽ 1ആം പ്രതിയായിട്ടുള്ളത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന CB ഔസേപ്പാണ്. 2ഉം 3ഉം പ്രതികളാണ് പ്രധാന ഏജന്റ് ആയിട്ടുള്ള സന്ദീപ് തോമസും കേരളത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ പ്രധാനിയായിട്ടുള്ള സുമേഷ് ആന്റണിയും. ഏതായാലും 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി നിരന്തരമായി നമ്മൾ വാർത്ത ചെയ്തതിന് ഒരു ഗുണമുണ്ടായിരിക്കുന്നു. 2 ചെറുപ്പക്കാരുടെ ജീവൻ പൊലിഞ്ഞത്, അവർ കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ന്യൂസ് മലയാളത്തിന് കൂടി ഒരു നിർണായക പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വാതി. ശരി ലെവിൻ, എന്തായാലും ഇപ്പോൾ റഷ്യൻ കൂലി പട്ടാളത്തിലേക്ക് കടത്തിയതിൽ മനുഷ്യക്കടത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. 3 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ആ വിവരങ്ങളാണ് ലെവിൻ നൽകിയത്.